ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാശുള്ളവന്റെ വീട്ടില് മോളെ കെട്ടിച്ചു കൊടുത്താല് എങ്ങനെയെങ്കിലും അവിടെ കഴിഞ്ഞോട്ടേന്ന് അമ്മമാര് ചിന്തിച്ചോളും. അതിപ്പോ കാശുള്ള കുടുംബത്തിലെ അമ്മമാരായാലും കാശില്ലാത്ത കുടുംബത്തിലെ അമ്മമാരായാലും അല്ലേ? ഇതിപ്പോ രാധയുടെ ജീവിതം മാത്രമല്ല, നവീന്റെ ജീവിതവും പരീക്ഷിക്കപ്പെടില്ലമ്മേ. കൃഷ്ണയെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ മനസ്സിലും നവീനോട് ഇഷ്ടമുണ്ടാവാം, ഈ തറവാട്ടിൽ നിൽക്കാനുള്ള കൊതിയും ഉണ്ടാവാം. പക്ഷേ എല്ലാവരും കൂടി അതിനെ ഒരു പരീക്ഷണ വസ്തുവാക്കി വെച്ചിരിക്കുമല്ലേ. സിത്താരയെ പേടിക്കണം, ഗാഥയെ പേടിക്കണം, പിന്നെ ഗാഥ അവളുടെ സഹോദരിയാണെന്നുള്ള തിരിച്ചറിവ്. നല്ലത് മാത്രം ചിന്തിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് പിന്നോട്ട് പോകാൻ അതൊക്കെ പോരേ നന്ദ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ സങ്കടം തീരില്ലല്ലോ മേ. എന്നായാലും കൃഷ്ണമോള് നവീന്റെ ജീവിതത്തിലേക്ക് വന്നല്ലേ പറ്റൂ. അവരൊന്നിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ഇനി ഒരിക്കല് നാഗദർശനം ഉണ്ടായാല് അതിന്റെ സ്വഭാവം എന്തായിരിക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ പേടിപ്പിക്കുന്നതേ ഉള്ളൂ. സർപ്പശാപം തീർന്നിട്ടും വേറൊരു പെൺകുട്ടിയുടെ മരണം കൂടി കാണേണ്ടി വരുമോ? അമ്മ പേടിക്കാതിരിക്കെ. നാഗദൈവങ്ങൾക്ക് കളം വരയ്ക്കുന്ന പോലെ തന്നെയാ അവര് നമുക്ക് കാട്ടിത്തരുന്ന ചില വഴികള്. ചുറ്റിപ്പണിഞ്ഞ് നടന്ന് അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തും. ആ, കൃഷ്ണമോളുടെ മനസ്സ് മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക്. പക്ഷേ മനസ്സു മാറണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. അതവക്ക് തോന്നിക്കട്ടെ. സത്യം പറഞ്ഞ ഗാഥമോളുടെ കാര്യം ഓർക്കുമ്പോഴും വിഷമമുണ്ടമ്മേ. അഹങ്കാരമുള്ള കുട്ടിയാ. ആരോടും ധിക്കാരം പറയാൻ ഒരു മടിയുമില്ല. അതൊക്കെ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിക്ക് സ്വാഭാവികമായിട്ട് വരാവുന്നതല്ലേ ഉള്ളൂ. അവൾ നവീനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പേടിച്ചരണ്ട് കിടപ്പുമുറിയിൽ പോലും കിടക്കാൻ പറ്റാതെ. നമുക്കിത് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് കൃഷ്ണമോളെ പറ്റിയേ ചിന്തിക്കാൻ പറ്റൂ. അതിൽ കുറച്ച് സ്വാർത്ഥതയുണ്ടായാലും അത് ദൈവം മാപ്പാക്കിക്കോളും. നമുക്ക് നമ്മുടെ മോനല്ലടാ വലുത്. വീണ്ടും വീണ്ടും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് സരസ്വതി അമ്മേ. അതെ, അതേ തിരുമേനി. നാഗത്തിനെ കണ്ടു എന്നുള്ളത് ഗാഥമോളുടെ മാത്രം തോന്നലല്ല, സുമിത്രയും കണ്ടു. സർപ്പബലിയോടെ ശാപങ്ങൾ ഒഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പലതവണ ആവർത്തിച്ച് നമ്മളത് പരിശോധിച്ചതാണല്ലോ. എന്നാലും എന്തോ ഒന്നുകൂടി നിലനിൽക്കുന്നുണ്ട്. അത് ചിലപ്പോ ചില സൂചനകളാവാം. എന്തു സൂചനകള്? ആപത്തിന്റെ സൂചന. നാഗത്തെ കാണുന്നത് ഗാഥയാണെങ്കിലും അത് ബാധിക്കുക നവീൻ താലി കെട്ടിയ ആളെയാണ്. ഈശ്വര, പരിഹാരമൊന്നുമില്ലേ തിരുമേനി? എന്റെ മോനൊന്നും സംഭവിക്കരുത്. പറയാം. ശിവരാത്രി വരികയാണല്ലോ. പെൺകുട്ടിയോട് ശിവരാത്രി നോയമ്പെടുക്കാൻ പറയൂ. സാക്ഷാൽ നീലകണ്ഠനെ പൂജിക്കുന്ന ദിവസമാണ്. പരമേശ്വരന്റെ ആഭരണമാണ് നാഗം. മാത്രമല്ല, പാർവതി ദേവി ഉറക്കമിളച്ച് ഭഗവാന്റെ ജീവന് വേണ്ടി കാവലിരുന്നു എന്നുള്ളതാണല്ലോ ഐതിഹ്യം. അതും നാഗസംബന്ധമായി എന്നുവെച്ച സാക്ഷാൽ മഹാദേവനെ മനസ്സറിഞ്ഞു പൂജിക്കുന്നത് ഉത്തമമായ ഫലം ചെയ്യും. അത് നവീനും അയാളുടെ ഭാര്യയ്ക്കും കുടുംബത്തിനും ശ്രേയസ്കരമായ കാര്യമാണ്. ചെയ്യിക്കാം. വ്രതശുദ്ധിക്ക് ഒരു കാരണവശാലും ഭംഗം വരരുത്. ദിവസം മുഴുവൻ നീളുന്ന നിരാഹാരം, നിരാഹാര സമയത്തെ കഠിനമായ പ്രാർത്ഥന, ശിവരാത്രി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ക്ഷേത്രദർശനം നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ജ്യോതിഷിയുടെ കൂടെ നമുക്കൊന്നിരിക്കാം. സമ്മതം. എന്തായാലും പഴയതുപോലുള്ള ഭയപ്പാടൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ചെറിയ ചെറിയ ദോഷങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാം. ധൈര്യമായിട്ട് പോയിക്കോളും.
പാമ്പാണോ? അയ്യോ അത് പാമ്പൊന്നുമല്ല, ഏതോ വള്ളി കിടക്കുന്നതാ. ശോ, പാവം കൊച്ച്. നീ എന്തിനാണ് അവളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നേ? ഗാദി എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? എന്റെ പൊന്നു മോളെ, ഞങ്ങൾ ഓരോന്ന് പറയുമ്പോ ഇവിടെ ഉള്ളവർക്ക് ദേഷ്യം വരും, നിനക്കും ദേഷ്യം വരും. പക്ഷേ സത്യം സത്യമായി പറയുന്നത് കുറ്റമാണോ? ദേ, പാമ്പിനെ കണ്ടിട്ടാണ് മോള് നാഗത്തറയിന്ന് ഓടി വന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. സുമിത്ര അത് പറഞ്ഞു. എന്നിട്ട് ഇവർ ഈ പറയുന്നത് എന്താ? ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ തന്നെ നിന്നോളാനാ. അയ്യോ, അമ്മേ, അമ്മ എപ്പോഴും ഒരു തറവാടിന്റെ കാര്യം പറയാറില്ലേ? ചെമ്പറക്കോട്ടോ ചെമ്പറത്തോ അങ്ങനെ എന്തോ. അത് ചെമ്പറത്ത്. അയ്യോ, അതിപ്പോ ഗാഥകൊക്കെ പറയുന്നു വേണ്ട. എന്താ എന്താ സംഭവം? അത് ഇതുപോലെ നാഗശല്യമുള്ള ഒരു തറവാടായിരുന്നു. 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നു. എന്നിട്ടോ വന്ന് കയറി 14-ാം ദിവസം പെണ്ണിനെ പാമ്പ് കുത്തി കൊന്നു. പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി. ഡോക്ടർമാർക്കൊക്കെ അത്ഭുതമായിരുന്നു. 1ഉം 2ഉം അല്ല, 10-15 സ്ഥലത്താ പാമ്പ് കടിച്ച പാട്. നിറവാണെങ്കിലോ താനി കരിമഷി തണ്ടിന്റെ നിറവും. പാമ്പുകള് കൂട്ടമായി വന്ന് ആക്രമിച്ചു എന്നൊക്കെയാ പറയുന്ന കേട്ടോ. പക്ഷെ ഇവിടെ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കത്തൊന്നുമില്ല കേട്ടോ. കൊത്തി കൊന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എണ്ണത്തിന്. അതല്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവളുടെ മമ്മി ഇതിനൊക്കെ സമ്മതിച്ചു കൊടുത്തല്ലോ എന്ന് അത്ഭുതം. പറഞ്ഞിട്ട് കാര്യമില്ല. കാശുള്ളവന്റെ വീട്ടില് മോളെ കെട്ടിച്ചു കൊടുത്താല് എങ്ങനെയെങ്കിലും അവിടെ കഴിഞ്ഞോട്ടേന്ന് അമ്മമാര് ചിന്തിച്ചോളും. അതിപ്പോ കാശുള്ള കുടുംബത്തിലെ അമ്മമാരായാലും കാശില്ലാത്ത കുടുംബത്തിലെ അമ്മമാരായാലും അല്ലേ? ഗാഥ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരിക പറഞ്ഞ എന്തൊരു കഷ്ടമല്ലേ. കൃഷ്ണ